Question: X is a discrete random variable with the probability distribution given below. X എടുക്കുന്ന വാല്യൂസ് -2, -1, 0, 1, 2. അയാളുടെ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് 0.1, 0.2, 0.3, k and 0.2. Questions ആണ്. Find. First one is k. Find k. Second, probability of x greater than 0. Third one is probability of -2 less than x less than 1. Fourth one is probability of -2 less than or equal to x less than 1. Fifth one is probability of modulus of x less than or equal to 1. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പി എം എഫുകൾ എഴുതിയ സെറ്റിൽ ഒരു കെ എന്ന് പറഞ്ഞിട്ടൊരു പി എം എഫ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കെയുടെ വാല്യൂ എന്താ? അതായത് എഫ് ഓഫ് 1 ആയിട്ട് വരുന്നത് കെ ആണ്. അപ്പോൾ എങ്ങനെയാണ് കെ കണ്ടുപിടിക്കേണ്ടത്? അതായത് പി എം എഫുകൾ തന്ന കൂട്ടത്തിൽ ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി എം എഫ് ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു probability of capital X is equal to X. This function is called a PMF if it satisfies the following conditions. എന്ന് പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ is f of x is greater than or equal to 0 for every x എന്നും രണ്ടാമത്തെ കണ്ടീഷനായിട്ട് നമ്മൾ പറഞ്ഞത് summation over x f of x is equal to 1 ആണ്. അതായത് എക്സ് എടുക്കുന്ന എല്ലാ വാല്യൂസിലുമുള്ള എഫ് ഓഫ് എക്സുകളെ ആഡ് ചെയ്താൽ 1 കിട്ടണം. അല്ലെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞു ടോട്ടൽ പി എം എഫ് 1 ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസ്റ്റൻറ്റുകൾ പി എം എഫിൽ വരികയാണെങ്കിൽ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരികയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം എഫ് ഓഫ് എക്സ് ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ് എടുക്കുന്ന എല്ലാ വാല്യൂസിലുള്ള എഫ് ഓഫ് എക്സുകളുണ്ടല്ലോ അവരെല്ലാവരെയും ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. അതായത് ടോട്ടൽ പി എം എഫ് 1 കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം വി നോ ദാറ്റ് ടോട്ടൽ പി എം എഫ് ഇസ് ഈക്വൽ ടു 1. അതായത് സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ഈ വാല്യൂസിനെ എല്ലാം ആഡ് ചെയ്താൽ 1 കിട്ടും. ദാറ്റ് ഈസ് 0.1 plus 0.2 plus 0.3 plus k plus 0.2 that is equal to 1. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കി ഇവരെയൊക്കെ ആഡ് ചെയ്യാം, നമ്പേഴ്സിനെയൊക്കെ ആഡ് ചെയ്യാം. 0.1 plus 0.2 0.3 0.3 plus 0.3 0.6 0.6 plus 0.2 is 0.8. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 0.8 plus k is equal to 1 എന്ന് കിട്ടും. What is k? k is equal to 1 minus 0.8 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0.2. അപ്പോൾ 0.2 ആണ് ഇവിടെ ശരിക്ക് k എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂവിൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ k കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മളെ പി എം എഫിനെ നമുക്ക് മാറ്റിയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു -2 -1 0 1 2. എഫ് ഓഫ് എക്സുകൾ എങ്ങനെ എഴുതാം? അപ്പം 0.1 0.2 0.3 0.2 and 0.2. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എഴുതേണ്ടത് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0നെക്കാട്ടും കൂടണം, അതിനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മളിവിടെ നോക്കി നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂവിൽ 0 ഇല്ല, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇല്ല. 0നെക്കാട്ടും കൂടുതൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1? അതിനെയാണ് നമ്മൾ എന്തെഴുതുന്നത്? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് അല്ലേ. അതായത് നമുക്കറിയാം നമ്മൾ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സിന് എഴുതാം. What is probability of x is equal to 2? That is f of 2. ഈ രണ്ട് പ്രോബബിലിറ്റീസും ആണ് നമുക്ക് എഴുതേണ്ടത്. What is f of 1? f of 1 എന്ന് പറഞ്ഞാൽ x 1 ആവുമ്പോൾ f of x that is equal to 0.2 plus what is f of 2? x 2 ആവുമ്പോഴുള്ള f of x which is again 0.2. അപ്പോൾ 0.2 plus 0.2 വരുന്നു and the answer is 0.4. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ എക്സിൻ്റെ വാല്യൂ
-2-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ കിടക്കുന്ന വാല്യൂസാണ് വേണ്ടത്. അവർ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലേ, അതായത് -2-ഉം -1-ഉം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, അതായത് ഈ പ്രോബബിലിറ്റിയിൽ. അപ്പോൾ -2-ൻ്റെയും -1-ൻ്റെയും ഇടയിൽ കിടക്കുന്ന രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? -1-ഉം 0. അപ്പോൾ ഈ പ്രോബബിലിറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. -2-ൻ്റെയും +1-ൻ്റെയും ഇടയിൽ കിടക്കുന്ന രണ്ടാളുകൾ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ഇസ് എഫ് ഓഫ് -1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇസ് എഫ് ഓഫ് 0. വാട്ട് ഈസ് എഫ് ഓഫ് -1? ദാറ്റ് ഈസ് 0.2. And what is f of 0? That is 0.3. Therefore, this is equal to 0.5. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് എക്സിൻ്റെ വാല്യൂ -2-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ എടുക്കണം. അത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഇവിടെ -2 നമ്മൾ കണക്കാക്കണം, +1-ഉം നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് വരും? ദിസ് ക്യാൻ ബി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വാല്യൂസ് വരുന്നത്. അതായത് -2-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള എക്സ് കിടക്കാനുള്ള പ്രോബബിലിറ്റി -2-ഉം 1-ഉം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 നമ്മൾ എടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -2 പ്ലസ് എഫ് ഓഫ് -1 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1. ഇതൊക്കെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോരുത്തരെയും പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്യാണ്. 0.1 പ്ലസ് 0.2 പ്ലസ് 0.3 പ്ലസ് 0.2. അപ്പോൾ ഇവരൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 0.8 എന്നുള്ള ആൻസറാണ് വരുന്നത്. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് വന്നിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് വന്നതെങ്കിൽ ആ മോഡുലസിനെ നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കുക? അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1-നെ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതാം. അപ്പോൾ മോഡുലസ് ഒഴിവായില്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ എന്ന് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മെത്തേഡ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? -a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ ഈ റിസൾട്ട് എപ്പോഴും ഓർത്തിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ -1-ൻ്റെയും +1-ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. അവർ രണ്ടും ഇൻക്ലൂഡഡ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 അല്ലേ. -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് -1 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1 എന്താണ്? 0.2 പ്ലസ് എഫ് ഓഫ് 0 ഇസ് 0.3 പ്ലസ് എഫ് ഓഫ് 1 ഇസ് 0.2, which is equal to 0.7. ഇതാണ് ഇവിടെ വരുന്ന ആൻസർ. Question: The probability distribution of a random variable x is given by x values 8, 12, 16, 20, 24. f of x 1/8, 1/6, k/6, 1/4 and 1/12. Find first question k. Second, probability of 12 less than or equal to x less than or equal to 20. Third question, probability of x greater than 16. And fourth one is CDF. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ്. ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്ന കൂട്ടത്തിൽ ഒരു എഫ് ഓഫ് എക്സ് എഴുതിയതിൽ ഒരു അൺനോൺ കിടക്കുന്നുണ്ട്, ഒരു k/6 കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ k എന്താണ് എന്ന് കണ്ടുപിടിക്കണം.
അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺസ്റ്റൻറ്റുകൾ വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടോട്ടൽ PMF ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് എക്സ് എടുക്കുന്ന എല്ലാ വാല്യൂസിലുമുള്ള PMFകൾ, അതായത് എഫ് ഓഫ് എക്സുകളെ ആഡ് ചെയ്താൽ 1 എന്ന് പറയുന്ന ആൻസർ കിട്ടണം. സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ ഇവരെല്ലാം ആഡ് ചെയ്താൽ ഇപ്പോൾ 1/8 പ്ലസ് 1/6 പ്ലസ് k/6 പ്ലസ് 1/4 പ്ലസ് 1/12 ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസിനെ എടുത്തിട്ട് നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 6 പ്ലസ് 8/48 പ്ലസ് k/6 പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ 12 പ്ലസ് 4/48 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? 6 പ്ലസ് 8 പറഞ്ഞാൽ 14/48 പ്ലസ് ഇവിടെ ചെയ്യുമ്പം 16/48 പ്ലസ് k/6 ഇസ് ഈക്വൽ ടു 1. ഓർ ആഡ് ചെയ്യുമ്പോൾ രണ്ടാളെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ തുല്യമായി അല്ലേ? അപ്പോൾ 30/48 പ്ലസ് k/6 ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. അപ്പം 30/48 എന്നുള്ളതിന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ചുരുക്കിയിട്ട് എഴുതാം. 6 ക്യാൻസൽ ചെയ്യാം. 6 ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? 5/8 പ്ലസ് k/6 is equal to 1 or k/6 is equal to 1 minus 5/8 which is equal to 8 minus 5/8 which is equal to 3/8. അതായത് k/6 എന്ന് വന്നവിടെ ഇനി നമുക്ക് എന്ത് എഴുതാം? 3/8 എന്ന് എഴുതാം. ഇവിടെ k/6 ആണ് വന്നിരിക്കുന്നത്. ഇനി k കണ്ടുപിടിക്കുക എന്നുള്ളതുകൊണ്ട് k is equal to 3/8 into 6 എന്ന് വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/4. ഇവിടെ 18/8 എന്ന് വരും വിച്ച് ഇസ് 9/4. അപ്പോൾ കെയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ഇതാണ് നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എക്സിൻ്റെ വാല്യൂ 12ൻ്റെയും 20ൻ്റെയും ഇടയിൽ കടക്കാനുള്ള പ്രോബബിലിറ്റി ബോത്ത് ഇൻക്ലൂഡഡ്, 12ഉം ഇൻക്ലൂഡഡ് ആണ് 20യും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 12ൻ്റെയും 20ൻ്റെയും ഇടയിലാവാം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂ ആവാം? എക്സ് 12 ആവാം, എക്സ് 16 ആവാം, എക്സ് 20 ആവാം അല്ലേ? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 12 പ്ലസ് probability of x is equal to 16 plus probability of x is equal to 20 എന്ന് പറയാം. what is probability of x is equal to 12? it is f of 12 അല്ലേ? ഇതിനെന്ത് പറയാം? f of 16 എന്ന് പറയാം. and this is f of 20. കാരണം നമുക്ക് അറിയായിരുന്നു f of x എന്ന് പറഞ്ഞാൽ that is probability of x is equal to x ആണ്. അപ്പോൾ probability of x is equal to x വന്നതിന് നമ്മൾ f of x എന്ന് എഴുതിയെന്നേ ഉള്ളൂ which is equal to ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് 12 എത്രയാണ്? 1/6. എഫ് ഓഫ് 16 നമ്മൾ കണ്ടുപിടിച്ചു 3/8 ആണ്. എഫ് ഓഫ് 20 ഈസ് 1/4. അപ്പോൾ ദിസ് ഇസ് 1/6 പ്ലസ് 3/8 പ്ലസ് 1/4. അപ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടെണ്ണം വീതം എടുത്തിട്ട് 8 പ്ലസ് 6 into 3 18 ഡിവൈഡഡ് ബൈ 48 പ്ലസ് 1/4 that is equal to ഇവിടെ എന്ത് വരും? 26 divided by 48 plus 1/4 എന്ന് വരുന്നു. or this is 2 cancel ചെയ്യാം നമുക്കിവിടെ 13/24 plus 1/4. ഇതിനെ നമുക്ക് ആഡ് ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 52 വരും. 52 plus 24 divided by 96 എന്നാണ് വരുന്നത് which is 76/96 അല്ലേ? ഈ 76/96 എന്ന് നമുക്ക് 4നെ ക്യാൻസൽ ചെയ്താൽ 19/24 എന്നുള്ള ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 16. എക്സിൻ്റെ വാല്യൂ 16നെക്കാട്ടും കൂടുതലാവും. എക്സ് ഗ്രേറ്റർ ദാൻ 16 എന്നേ ഉള്ളൂ. അപ്പോൾ 16 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 16നെക്കാട്ടും കൂടുതലാവുക എന്ന് പറഞ്ഞാൽ എക്സ് 20 ആവാം, എക്സ് 24 ആവാം അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 20 പ്ലസ്
പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 24 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 20 പ്ലസ് എഫ് ഓഫ് 24 വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 20 നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത് 1/4, എഫ് ഓഫ് 24 1/12 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് 1/4 പ്ലസ് 1/12 വിച്ച് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 12 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 48 ദറ്റ് ഈസ് ഈക്വൽ ടു 16/48 എന്ന് വരും, വിച്ച് ഇസ് 1/3. അപ്പോൾ ഇത് 1/3 ആണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് CDF കണ്ടുപിടിക്കാനാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനിൽ CDF എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ആണ്. ദാറ്റ് ഈസ് സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് ചെയ്യും. നമ്മളിവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എഴുതുകയാണ്. അപ്പം സ്റ്റെപ്പായിട്ട് നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് 8 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/8. അപ്പോൾ അടുത്തത് വരുമ്പോഴോ 1/8 പ്ലസ് 1/6 എന്നാണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് വരുന്നത് 7/24 എന്ന് പറയുന്ന ആൻസറാണ്. ഇനി അടുത്തത് വരുമ്പോൾ എന്ത് വരും, അടുത്തത് 7/24 പ്ലസ് 3/8 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 അല്ലേ. അടുത്തതോ 2/3 പ്ലസ് 1/4 എന്ന് വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 11/12. പിന്നെ 11/12 പ്ലസ് 1/12 എന്ന് വരും, വിച്ച് ഇസ് 12/12 ദാറ്റ് ഈസ് 1. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ CDF എഴുതുന്നത്. ക്വസ്റ്റ്യൻ, the PMF of a random variable x is given by f of x is equal to 1/4 if x is equal to -2, 1/4 if x is equal to 3, 1/2 if x is equal to 6 and 0 elsewhere. Find probability of 1 less than x less than 4. Second question, probability of x greater than 5. And third question, CDF. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇതുവരെ തന്ന പാറ്റേണിന് വ്യത്യസ്തമായിട്ട് PMF ആണ് തന്നിരിക്കുന്നത്. അതായത് എക്സ് -2 ആവുമ്പോൾ PMF 1/4, എക്സ് 3 ആവുമ്പോൾ PMF 1/4, എക്സ് 6 ആവുമ്പോൾ 1/2 ആൻഡ് ബാക്കി എല്ലാവിടെയും 0. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് 3 വാല്യൂസാണ് എടുക്കുന്നത്, -2, 3 and 6 വിത്ത് PMFs 1/4, 1/4 and 1/2. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എഴുതുന്ന രീതിയിൽ നമുക്ക് PMFനെ ഒന്ന് എഴുതാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോലെ. അപ്പോൾ എക്സും എഫ് ഓഫ് എക്സും എന്നുള്ള രീതിയിൽ നമ്മൾ PMFനെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പ്രോബബിലിറ്റീസ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബബിലിറ്റി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നുള്ളൂ, -2, 3 and 6. അപ്പോൾ ഈ വാല്യൂസിൻ്റെ കൂട്ടത്തിൽ 1ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള വാല്യൂ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് -2 ഉണ്ട്, -1 നമ്മൾ നമ്പർ ലൈൻ വരച്ച് നോക്കുകയാണ്, 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ വാല്യൂ എടുക്കുന്നത് പിന്നെ -2ൽ 1/4 എന്നുള്ള വാല്യൂ, 3ലാണ് പിന്നെ അടുത്ത വാല്യൂ എടുക്കുന്നത് 1/4 എന്നുള്ള വാല്യൂ, പിന്നെ 6ലാണ് വാല്യൂ എടുക്കുന്നത് 1/2 എന്ന് പറയുന്ന വാല്യൂ. അപ്പം നമുക്ക് അറിയേണ്ടത് എക്സിൻ്റെ വാല്യൂ 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ നോക്കുമ്പോൾ അവിടെ ഒരൊറ്റ വാല്യൂവേ എക്സ് എടുക്കുന്നുള്ളൂ, നമ്മൾ എക്സ് 3 എന്ന് പറഞ്ഞ വാല്യൂ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരുടെയും എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പം എക്സ് 3 എന്ന് പറയുന്ന ഒരൊറ്റ വാല്യൂവേ 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ നമ്മളെ കേസിൽ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ഏതിന് തുല്യമാണ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നതിന് തുല്യമാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 3. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പറഞ്ഞാൽ എന്താണ്, ദറ്റ് ഇസ് എഫ് ഓഫ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 1/4. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ. ഇനി നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്നാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. അപ്പം നമ്മൾ നോക്കാം, നമ്മൾ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ 5നെക്കാട്ടും കൂടുതലായിട്ട് ഒരൊറ്റ വാല്യൂ അയാൾ എടുക്കുന്നുള്ളൂ, 6 എന്നുള്ള വാല്യൂ
അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എഫ് ഓഫ് 6 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ഇവിടെ 1/2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് സി ഡി എഫ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സി ഡി എഫ് നമുക്കറിയാം, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതായത് നമ്മൾ ആഡ് ചെയ്യണം എഫ് ഓഫ് എക്സിനെ, -∞ മുതൽ എക്സ് വരെയുള്ള വാല്യൂസിലുള്ള എഫ് ഓഫ് എക്സിനെ ആഡ് ചെയ്യുക. അതായത് നമ്മൾ ക്യുമുലേറ്റീവ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്, സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുന്നു. ആദ്യം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് 1/4, അടുത്തത് എന്താണ്? 1/4 പ്ലസ് 1/4 അല്ലേ, വിച്ച് ഇസ് 1/2, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് 1/2 പ്ലസ് 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് സി ഡി എഫ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പി എം എഫ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x/15 if x is equal to 1, 2, 3, 4, 5 and 0 elsewhere. Find the CDF of x and represent it graphically. Also find probability of 1/2 less than x less than 5/2 given x greater than 1. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എഴുതിയിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വേറൊരു പാറ്റേണിലാണ്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ ജനറൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്, x/15 ആണ്. അതായത് x 1, 2, 3, 4, 5 ആകുമ്പോൾ, അതായത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് 1 ആവുമ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/15. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x/15 ആണ്. എക്സ് അപ്പോൾ 2/15. എക്സ് ഇസ് ഈക്വൽ ടു 3, എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 3/15. എക്സ് ഇസ് ഈക്വൽ ടു 4, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4/15. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 5, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5/15. ഇതാണ് നമ്മളെ ആക്ച്വലായിട്ട് വരുന്ന എക്സ് വാല്യൂസും അതിൻ്റെ പി എം എഫുകളും. അപ്പോൾ നമുക്കതിനെ ഒരു ടേബിൾ രൂപത്തിൽ എഴുതാം. എന്നിട്ട് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് സി ഡി എഫ് കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ സി ഡി എഫ് കണ്ടുപിടിക്കാം. സി ഡി എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമുക്കിവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഇതിനെ ഓരോന്നായിട്ട് നമ്മൾ പി എം എഫുകളെ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ആദ്യം 1/15, അടുത്തത് എന്താണ്? 1/15 പ്ലസ് 2/15 which is equal to 3/15. ഇവിടെ വരുമ്പം 3/15 plus 3/15 which is 6/15. ഇവിടെ വരുമ്പം 6/15 plus 4/15 which is 10/15. ഇവിടെയോ 10/15 plus 5/15 which is 15/15 which is equal to 1. അപ്പോൾ ഇതാണ് നമ്മളെ സി ഡി എഫ്. ഇതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ എക്സ് വാല്യൂസും എഫ് ഓഫ് എക്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ വിശദമായിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എഫ് ഓഫ് എക്സ് എഴുതുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ പറയുകയാണ്, ഇപ്പോൾ 1 മുതലാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ 1ന് മുമ്പാണെങ്കിൽ, അപ്പോൾ ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ 1 ആ വാല്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? പിന്നെ നമ്മൾ 1 മുതൽ 1 ഇൻക്ലൂഡഡ് ആണ് 1 മുതൽ 2 എത്തുന്നവരെ, അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 ആ ഇൻ്റർവെല്ലിലാണ് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 1/15 ആയിരിക്കും അല്ലേ? ഇനി അടുത്തത് 2നെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3, അതായത് 2 തുടങ്ങി 3 വരെ, 3 എത്തിയിട്ടില്ല 3 വരെയുള്ള സ്ഥലത്താണ് എഫ് ഓഫ് എക്സ് എന്ത് വരുന്നത്? 3/15 എന്ന് വരുന്നത്. ഇനി അടുത്തത് 3ൽ തുടങ്ങി 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 വരെയുള്ള സ്ഥലത്ത് എഫ് ഓഫ് എക്സ് എന്താണ്? 6/15 ആണ്. 4 വരെ, 4 എത്തിയാലാണ് മാറ്റുന്നത് അല്ലേ? അടുത്തത് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? 10/15 ആണ്. പിന്നെ 5 മുതൽ പിന്നെ അങ്ങോട്ടെല്ലാം, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലെങ്കിൽ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയും. അവിടെയൊക്കെ എഫ് ഓഫ് എക്സ് എന്താണ്? 15/15 അല്ലെങ്കിൽ 1 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിശദമായിട്ട് എഴുതിയ ശേഷം വേണം നമുക്ക് ഇവരെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഗ്രാഫിക്കലായി റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആക്സിസിൽ നമ്മളെ എക്സ് വാല്യൂസ് ആണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. ഇവിടെ എക്സ് വാല്യൂസ് നമ്മൾ എടുക്കുന്നു. ആൻഡ് നമ്മളെ വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ വാല്യൂസ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ് 1നെക്കാട്ടും കുറവാകുന്നവിടെയൊക്കെ തന്നെ എഫ് ഓഫ് എക്സ് എന്താണ്? ഇവിടെയൊക്കെ 0 ആണ്. -∞ മുതൽ അങ്ങനെ വരും, 0 ആണ് വരുന്നത് അല്ലേ. ഇനി നമ്മൾ പറയുന്നത് 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ കടക്കുമ്പോൾ, അതായത് 1ൻ്റെയും 2ൻ്റെ ഇടയിൽ ഈ ഇൻ്റർവെല്ലിൽ അല്ലേ എഫ് ഓഫ് എക്സ് എന്താണ്? 1/15 ആണ്. അപ്പോൾ 1/15 പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ അവിടെ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു 2 വരെ അല്ലേ. ഇനിയിപ്പം 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ കടക്കുമ്പോൾ 2 മുതൽ 3 വരെ 3/15 ആണ്. അപ്പോൾ 3/15 പറഞ്ഞാൽ ഇവിടെ 2 to 3, അവിടെ 3/15 നമ്മൾ മാർക്ക് ചെയ്തു. 3 വരെയാണ് അല്ലേ. അപ്പോൾ 3 മുതൽ 4 വരെ എത്രയാണ്? 6/15. അപ്പോൾ ഇവിടെ 3 to 4 അവിടെ ഒരു ലൈൻ വെച്ചു. 4 വരെയാണ് 6/15. 4 എത്തിക്കഴിഞ്ഞാൽ എന്താ? 4 മുതൽ 5 വരെ എത്രയാണ്? 10/15 ആണ് അല്ലേ. അപ്പോൾ 4 മുതൽ 5 വരെ നമ്മൾ എന്താണ്? 10/15. അപ്പോൾ അവിടെ ഒരു മാർക്ക് ചെയ്തു അല്ലേ. പിന്നെ 5ന് ശേഷം അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ നമുക്ക് വരാൻ പോകുന്നത് 15/15 ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ 5 അല്ലേ. 5 മുതൽ അങ്ങോട്ടേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ അങ്ങ് പോകും, ഇൻഫിനിറ്റി അങ്ങോട്ട് പോകും. ദാറ്റ് ഈസ് 15/15. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സിൻ്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. ഒരു സ്റ്റെപ്പ് പോലെയല്ലേ വരുന്നതാ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ വരുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ദറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതിനിപ്പോൾ ഗ്രാഫിക്കലായിട്ട് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളോട് ചോദിച്ചിരുന്നത് ഫൈൻ പ്രോബബിലിറ്റി ഓഫ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2 ഗിവൺ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കൂ, ഇതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലേ. ദിസ് ഗിവൺ ദിസ് അല്ലേ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ കേസിൽ എ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്, ഇവിടെ ബി എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കണ്ടീഷണൽ പ്രോബബിലിറ്റി വരികയാണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് എഴുതും. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിനെ എഴുതുകയാണ്. ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞത് ഒന്നിച്ച് വരണം അല്ലേ. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 1, അതായത് നമ്മളെ ന്യൂമറേറ്ററിൽ എക്സിൻ്റെ വാല്യൂ 1/2ൻ്റെയും 5/2ൻ്റെ ഇടയിൽ വരികയും വേണം. ആൻഡ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ഒന്നിച്ച് വരണം. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം അവിടെ വരണം. താഴെ എന്ത് വരണം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം വരണം. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂമറേറ്റർ കണ്ടുപിടിക്കാം, അതിനുശേഷം ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1? ഇത് രണ്ടും കൂടി ഒന്നിച്ച് വന്നാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ. അതുമാതിരി 5/2 പറഞ്ഞാൽ 2/5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.5ൻ്റെയും 2.5ൻ്റെയും ഇടയിൽ കടക്കും വേണം. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവും വേണം അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, നമ്മളെ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? നമ്മളെ എക്സ് എടുക്കുന്ന വാല്യൂസ് 1, 2, 3, 4, 5 ആയിരുന്നു. ആൻഡ് നമ്മളെ എഫ് ഓഫ് എക്സുകൾ ഏതൊക്കെയായിരുന്നു? 1/15, 2/15, 3/15, 4/15 ആൻഡ് 5/15. ഇങ്ങനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ 0.5ൻ്റെയും 2.5ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഏതൊക്കെ വാല്യൂസാണ് നമ്മൾ എക്സിനുള്ളത്? 0.5ൻ്റെയും 2.5ൻ്റെ ഇടയിൽ കിടക്കുന്ന രണ്ട് വാല്യൂസ് അല്ലേ ഉള്ളൂ, 1ഉം 2 അല്ലേ. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് ഇവിടെ വരുന്നത് അല്ലേ. ആൻഡ് നമുക്ക് എന്തും കൂടി വേണം? എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന കണ്ടീഷനും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്തെഴുതാം? എക്സ് രണ്ട് വാല്യൂസ് എടുക്കാമായിരുന്നു. 0.5ൻ്റെയും 2.5ൻ്റെ ഇടയിൽ എക്സിന് രണ്ട് വാല്യൂസ് എടുക്കാമായിരുന്നു. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കണം എക്സ് ഗ്രേറ്റർ ദാൻ 1 വേണം താനും. അപ്പോൾ ഏത് വാല്യൂ മാത്രം അവിടെ എക്സിന് എടുക്കാൻ പറ്റുക? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, ദാറ്റ് ഈസ് എഫ് ഓഫ് 2. എന്താണ് എഫ് ഓഫ് 2 ഇവിടെ? 2/15. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് 2/15 എന്ന് കിട്ടി. ഡിനോമിനേറ്ററിൽ നോക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1.
എക്സിന് 1നെക്കാട്ടും വലുതായിട്ട് ഏതൊക്കെ വാല്യൂ എടുക്കാം? 2, 3, 4 and 5. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. അതായത് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 പ്ലസ് എഫ് ഓഫ് 4 പ്ലസ് എഫ് ഓഫ് 5. ഏതൊക്കെയാണത് വരുന്നത്? 2/15 പ്ലസ് 3/15 പ്ലസ് 4/15 പ്ലസ് 5/15. അപ്പോൾ ഇവരൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14/15 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ന്യൂമറേറ്റർ കിട്ടിയത് 2/15ഉം ഡിനോമിനേറ്റർ കിട്ടിയത് 14/15ഉമാണ്. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2/15 ഡിവൈഡഡ് ബൈ 14/15. ഇപ്പോൾ 15ഉം 15ഉം ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് 2/14 എന്ന് കിട്ടുന്നു. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/7. ഇതാണ് നമ്മളെ റിക്വയർഡ് ആൻസർ.